വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അൺബോക്സിങ് വീഡിയോ, അടിപൊളി അൺബോക്സിങ് വീഡിയോ. സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അവർ വാപ്പിച്ച് കൊറിയറായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഞങ്ങളുടെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കും ആകാംക്ഷയില്ലേ ഇതിൽ എന്താണെന്ന് അറിയാനായിട്ട്? ആരും മിസ്സാക്കരുത് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. പിന്നെ തണ്ണിമത്തം കൊണ്ട് അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നെയ്ച്ചോറ് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറുമക്കറി ആയിട്ട് വെക്കാനായിട്ട് പോകുന്നത്. ആ കുറുമക്കറി ഇത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറുമക്കറിയും പിന്നെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയേണ്ടേ കൂട്ടുകാരെ? കണ്ടോളൂ കൂട്ടുകാരെ. ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ്, വ്ളോഗാണ്, ആരും മിസ്സാക്കരുത്. ദോശ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. പാത്തൂസിനെ മദ്രസയിൽ ആക്കണം കേട്ടോ. പാത്തൂസ് എന്നിട്ടുണ്ട്, പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്കുള്ള ദോശ സെറ്റാക്കി. അങ്ങനെ അവൾ അത് കൊണ്ടുപോയി. അങ്ങനെ മോനുള്ള ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാത്തൂസ് ഫർദൊക്കെ ഇട്ട് മക്കനെ ഇട്ട് സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മോനുള്ള ദോശ അങ്ങനെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് നേരിതാ പാത്തൂസിനെയും കൊണ്ട് മദ്രസയിലേക്ക് പുറപ്പെട്ട് കൂട്ടുകാരി. ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ്, ഇൻട്രസ്റ്റ് ഉള്ള വ്ളോഗാണ് കേട്ടോ. പാത്തൂസ് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പുതിയ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് വാങ്ങിച്ച ബാഗാണ്. അപ്പോൾ മദ്രസയ്ക്ക് ബാഗില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ ബാഗ് അങ്ങോട്ട് എടുത്തു കൊടുത്തു. അങ്ങനെ ഇതിൽ ബുക്സും വെള്ളം കുപ്പിയൊക്കെ ആക്കി ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വളരെയധികം ക്ഷീണം തോന്നിയിട്ടു. നല്ല വെയിലുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ കേട്ടോ. അങ്ങനെ തണ്ണിമത്തം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം അല്ലേ? എടുത്തും കയറ്റി ഇതേ രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഹൈലൈറ്റായി അടിപൊളി ഒരു ഐറ്റമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? മിൽക്കി മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ലൈക്ക് അടിക്കാനായിട്ട് ആരും വിട്ടുപോകരുത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിക്കണം. കമൻറ്റ് മാത്രം അടിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫുള്ളായി വാച്ച് ചെയ്യണം. അങ്ങനെ തണ്ണിമത്തം നല്ല രീതിയിൽ നമ്മുടെ പഞ്ചസാരയും മിൽക്കി മേഡൊക്കെ ചേർത്ത് കയറ്റി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വേഗം തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെടാണ്ടാണോ നിങ്ങൾ ലൈക്ക് അടിക്കാനായിട്ട് സ്കിപ്പ് ചെയ്യുന്നത്? എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സെർവിങ് ചെയ്തു. അങ്ങനെ മോൻ കുടിച്ചു. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ നെയ്ച്ചോറുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ആവി കയറ്റി വെച്ചു. പള്ളിയിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഇതിലേക്ക് സിമ്പിളായിട്ട് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നു പൊട്ടറ്റോ കറി. ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കണേ. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻ്റ് ആകുമ്പോൾ എന്നൊരു പേടിയാട്ടോ, അതാണ് ഡീറ്റെയിൽസായിട്ട് ഞാൻ എടുക്കാത്തത്. അങ്ങനെ ഞാൻ നമ്മുടെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായ ശേഷം സബോള കുട്ടിനരിഞ്ഞത് പാകത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടതൊന്ന് നല്ല രീതിയിലൊന്ന് സബോള വേവും വേണം, നല്ല രീതിയിൽ ലൈറ്റ് ബ്രൗൺ ആവും, നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കും വേണം കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയേണ്ടത്? ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഇഞ്ചിയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെയും അതുപോലെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് നമ്മുടെ ഈ പൊട്ടറ്റോ കറി റെഡിയാക്കിയിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടില്ല. കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് തക്കാളി കുട്ടനെയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്നൊരു നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പൊട്ടറ്റോ കഴുകി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നല്ല രീതിയിലൊന്ന് നമ്മുടെ മസാല പൊട്ടറ്റോയിൽ പിടിക്കുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫുള്ളായി വാച്ച് ചെയ്യണം. നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കിയ ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. പാകത്തിനുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടോ. മസാലയ്ക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ടതാ നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം? പപ്പടം കാച്ചാലേ. അങ്ങനെ പപ്പടമൊക്കെ കാച്ചി സെറ്റാക്കിട്ടോ. പപ്പടമൊക്കെ പൊരിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ്
പൊട്ടറ്റോ കറി അല്ലേ, പൊട്ടറ്റോ കറി നമ്മൾ തെറ്റിപ്പോയതാട്ടോ കൂട്ടെ. ഇതാ നമ്മുടെ പൊട്ടറ്റോ കറി ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പും ചേർത്ത് കയറ്റി അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി വെച്ച അതേ ടേസ്റ്റും അതേ മണം, നമ്മൾ ചിക്കൻ കറി വീട്ടിൽ വെച്ചതുപോലെ തോന്നുന്നു, നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിച്ചതുപോലെ തോന്നും. അത്രയും ടേസ്റ്റ് ഏറിയതാ നമ്മുടെ പൊട്ടറ്റോ കറി ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും നമ്മുടെ പൊട്ടറ്റോ കറിയും കൂട്ടിങ്ങായിട്ട് ഇതാ കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ മോനുള്ള ഫുഡാണ് എടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് മേശപ്പുറത്ത് കൊടുന്ന് വെച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അൺബോക്സിങ് വീഡിയോ കേട്ടോ. കണ്ടോ കൂട്ടുകാരെ, ഇന്ന് അടിപൊളി അൺബോക്സിങ് വീഡിയോ ഇതാ കാണാൻ പോകുന്നു കൂട്ടുകാരെ. സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊറിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അൺബോക്സിങ് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിലെന്തായിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അൺബോക്സിങ് വീഡിയോ ഇതാ കാണാനായിട്ട് പോകുന്നു. അൺബോക്സിങ് ചെയ്യുന്നത് ഹാസിലാട്ടോ, എൻ്റെ മോനാണ്. ഇത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊറിയർ വന്നു കഴിഞ്ഞിട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ പൊട്ടിച്ചിട്ട് നമുക്ക് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ തയ്യാറായോ കൂട്ടുകാരെ? കണ്ടോളൂ, ഇതാ ഇപ്പോൾ കാണിച്ചത് കേട്ടോ, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് മെല്ലെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്തായിരിക്കും? ഇതാ അടിപൊളി ഒരു ഐറ്റമാണ് ഇതാ തുറക്കാനായിട്ട് പോകുന്നത്. ഗസ് ചെയ്യൂ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാണാം. അടിപൊളി സ്കൂളിലേക്ക് ആവശ്യമായ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്ത്? പെന്ന്. ഇതാ പെന്നായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അടിപൊളി ജെൽ പെൻ കേട്ടോ, ജെല്ലുള്ള പെന്നാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഹാൻഡ് റൈറ്റിങ് പറയാനില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയത് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് രണ്ടാമത്തെ കൊറിയർ പൊട്ടിക്കാം കേട്ടോ. രണ്ടാമത്തെ പെട്ടിയും ദാ കൊറിയർ ദാ പൊട്ടിച്ചു കഴിഞ്ഞു, അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു. ഇതാ തുറക്കുന്നുണ്ട്. ഇതിലെന്തായിരിക്കും എന്ന് നിങ്ങൾക്കും ആകാംക്ഷയില്ലേ? ഇതാ കണ്ടപ്പോൾ പെട്ടെന്ന് പിടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലിച്ചു നോക്കാണ് ഇതിലെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കില്ലേ. അപ്പോൾ ഇതാ തുറന്നു നോക്കിയപ്പോൾ ഇതാ കുടയായിരുന്നു. അപ്പോൾ അതിൽ മുകളിലെ കവറിങ്ങൊക്കെ ഇതാ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവനൊന്ന് നീർത്തി നോക്കുന്നുണ്ട് കുട എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ കേട്ടോ. അങ്ങനത്തെ കുട നിർത്തി നോക്കി. അടിപൊളി കുടയാണ് കേട്ടോ. മഴയത്തും വെയിലത്തും ചൂടാൻ പറ്റിയ അടിപൊളി കുട വന്നു. അപ്പോൾ ബാഗ് വന്നു, കുട വന്നു, ബോക്സ് വന്നു. അപ്പോൾ ഇതാ പെന്നും വന്നു. അടിപൊളി പെന്നാണ്, ജെല്ലാട്ടോ. അവന് ഏറ്റവും പ്രിയപ്പെട്ട പേനയാണ് കേട്ടോ. അവന് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നൊരു പെന്നാണ്. അപ്പോൾ ഒരു 10 എണ്ണം വന്നു കേട്ടോ. അപ്പോൾ വാപ്പച്ചിയോട് പറഞ്ഞു ഇതൊന്നും പോരാ, ഇനിയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിയട്ടെ, അപ്പോൾ നമുക്ക് വാപ്പച്ചിയോട് പറയാം ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ ഇതാ ജെല്ല് പെന്ന് കൊണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന എത്ര പേരുണ്ട് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തും കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.